നെക്സ്റ്റ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു അനു പത്തനാപുരം. അനു, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? വിശേഷം ആദ്യമായിട്ടാണ് ചാനൽ പ്രോഗ്രാമിലോട്ട് വരുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഏറ്റവും വലിയ വിശേഷം. അതൊക്കെ ഐശ്വര്യം ആവട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹമായി മാറട്ടെ. എന്താണ് കരുതിയിരിക്കുന്നത് കയ്യില്? കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം. ന്യൂ ജനറേഷൻ താരങ്ങളുടെ ശബ്ദം. ന്യൂ ജെൻ താരങ്ങളുടെ ശബ്ദം. ശരി, നോക്കാം. ആദ്യമായിട്ട് യുദ്ധൈക്കൻ പൃഥ്വിരാജിന്റെ വോയിസ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ വോയിസ്. ഇനി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയെന്ന് പറഞ്ഞാലും ഇരുവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീന്റെ വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. സാഹിബ് ഉണ്ടാക്കിയതൊന്നും എനിക്ക് വേണം. വെല്ലുംബരെ പറ്റാത്ത മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ സാഹിബിന്റെ മയ്യത്ത് കെട്ടിലൊരറ്റം അത് ഈ തോളത്ത് തന്നെ ആയിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്നൊരാളെ വിളിച്ചിട്ടുള്ളൂ. ഗംഭീരായി. നമ്മളെ തുടക്കം പൊളിച്ചു. അപ്പൊ ഇനി എന്താണ് അടുത്തത്? ജയറാമേട്ടന്റെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിൽ എല്ലാവർക്കും പരിചിതമായ ഒരു വോയിസ് ചെയ്യാം. അയ്യോ എന്റെ പൊന്നോ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? അമ്മാവാ ചിരിപ്പിക്കല്ലേ. എന്നും കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്നൊരു ചേഞ്ച് ആവാം, ഐസ്ക്രീം പാർലറിൽ പോകാം, സിനിമ കാണാൻ പോകാം. അയ്യോ അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോ, ശാപം. നല്ലായിരുന്നു അനു. ഇനി എന്താണ് അടുത്തതായിട്ട് യുദ്ധൈക്കൻ ദുൽഖർ സൽമാൻ, മൂക്കട മകൻ ദുൽഖർ സൽമാന്റെ വോയിസ്. മരവിസ്വരം മഹാരാജാക്കളൊക്കെ പഴയ KSUക്കാരനായിരുന്നു. അന്നത്തെ SFI പിള്ളേർ ഇടി അവസാനത്തേതാണെന്ന് കരുതരുത്. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റർ ഇടിഞ്ഞ് നടക്കുന്ന ഒരുപാട് പിള്ളേരാണ് നമ്മുടെ നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, പക്ഷെ അവരൊരിക്കലും ചതിക്കില്ല, വഴിയിലിട്ടേച്ച് പോകത്തുമില്ല. സാറാ മേരി കുര്യൻ, ആൾ ദി ബെസ്റ്റ്. സൂപ്പർ. ദുൽഖർ ഇവിടെ വന്ന് നിന്നൊരു ഫീലായിരുന്നു കേട്ടോ. തമിഴകത്തെ താരങ്ങൾ സൂപ്പർ താരങ്ങളെയാണ് ചെയ്യുന്നത്. ആദ്യമായി ഇളയ ദളപതി വിജയുടെ അദ്ദേഹത്തിന്റെ തെറി എന്ന ചിത്രത്തിലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, how I wonder what you are. வருமானமாமல்ல, நீ வில்லத்தனம் பண்ணணும்னா உனக்கு 4 அடியாளங்க வேணும், 2 அள்ள கைங்க. ஆனா எனக்கு இது எதுவுமே தேவையில்லை. உன்னை சிங்கிளாக சீரியஸ் ஆகிட்டு போயின்னு அப்படி துப்பாக்கி எடுத்து டப்புன்னு சுட்டு தள்ளிட்டு யார சுட்டு நானே தனி இப்படி அமைச்சு தேடிக்கிட்டு இருப்பேன். எனக்கு நிறைய வேலை இருக்குது, உன்னை விட புரிய வில்லங்கள் இருக்காங்க. അടുത്ത സൂപ്പർ താരം അഞ്ചാൻ സൂര്യ. சிறதா வேடு சத்த கேட்ட உடனே வயது பறக்கிறது நாடா புறாண்ட ரசியா நின்று தானமா இறைய தூக்கிட்டு போற கழுகுடா. நீ சவுடாலும் தாண்டா முடிவு பண்ணோம், நான் சவுடாலும் தாண்டா முடிவு பண்ணோம். நீ நிதானமா இல்ல, ஓ கால் தரல படல, நிதானமா இல்ல, அப்புறம் வந்து சொல். ബ്രില്യന്റ്. ഒരു രക്ഷയില്ലായിരുന്നു. കഴിഞ്ഞോ? ഇനി തമിഴകത്തെ സൂപ്പർ താരം അജിത് കുമാർ. ரொம்ப சந்தோஷமா இருக்கு, ரொம்ப பெருமையா இருக்கு. நான் அன்னைக்கே சொன்னேன்ல, உட்காந்து வேலை வாங்குறவனுக்கும் தன்னோட பணையை வச்சு வேலை செய்யணுக்கும் ரொம்ப வித்தியாசம் இருக்கும். என்ன நான் சொல்றது, தெறிக்க விடலாமா? താങ്ക് യു. അടുത്തതായിട്ട് 4 സിനിമാ താരങ്ങൾ ചേർന്ന ഒരു സ്പോട്ട് ഡബാണ് സിനിമയിലെ ഒരു സീക്വൻസ് ഇട്ട് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിൽ സീൻ ഇവിടെ പ്ലേ. ഓക്കേ, അപ്പോൾ 4 പേരുടെയും ശബ്ദം സ്പോട്ട് ഡബ് ചെയ്യാൻ പോവാണ്. ഓ വെരി ഗുഡ്. ഓക്കേ, ശരി നോക്കാം.
അച്ഛ എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്ന് രണ്ടെണ്ണം കൊല്ലാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങനെ കിടന്നാ പോരായിരുന്ന? ഇവിടെയാവുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ ഇന്നറിയാം. ഇതാണോ ദീപ്തി? ഞാൻ എന്തോണി ഷെട്ട് ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ചക്കോളറിൽ ചുവന്നു മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനല്ലേ പറഞ്ഞത്? നിനക്കൊന്നും പറയിപ്പിക്കുന്നു. കളമതി പച്ചക്കോളി ചുവന്നു മുട്ട. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാ കിളവൻ്റെ ഇളക്കം. എടാ നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യന്റെ ആശുപത്രിയിൽ പാർട്ടി വെയർ ഇടൂടാ? എന്താ ഇങ്ങനെ? എൻ്റെ അമ്മയുടെ ഐസിലുണ്ട്, ക്രിട്ടിക്കല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അല്ലേ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ. അനു പൊളിച്ചടുക്കി, ബ്രില്യന്റ്. അപ്പം ആദ്യത്തെ വരവാണെന്ന് പറഞ്ഞു ചാനലില്. എന്തായാലും ആദ്യത്തെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് വിനു ചേട്ടാ. നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പകരം വയ്ക്കാനില്ലാത്ത കലാകാരന്മാരായ ദാസേട്ടൻ, രവീന്ദ്രൻ മാഷ്, ആബേലച്ചൻ, അങ്ങനെ ഒരു 100 കണക്കിന്, ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ 100 കണക്കിന് കലാകാരന്മാർ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അല്ലാതെയും വന്ന് എക്സ്പീരിയൻസ് ഉള്ള കലാകാരന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിന് ആദ്യം തന്നെ നമ്മുടെ ഭാഗ്യം. പിന്നെ ഈ ഫ്ലോറിൽ വന്നിട്ട് 100ൽ 100 എന്ന് പറയാൻ പറ്റുന്ന ഒരു കലാകാരൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ ചെയ്തതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി. അസാമാന്യ പ്രകടനമായിരുന്നു ചേട്ടാ. അത്ഭുതപ്പെടുത്തിയത് ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ പരിപാടി ചെയ്യുക എന്നുള്ള ആ ഡയലോഗാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ആ പറഞ്ഞിട്ട് ചെയ്തതെല്ലാം എന്താണ് ഏറ്റവും മികവുറ്റ രീതിയിലാണ് എല്ലാ സിനിമാ താരങ്ങളെ അവതരിപ്പിച്ചത്. എന്നെ ഏറ്റവും ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ക്ലിപ്പ് കാണുമ്പോൾ നമ്മളെ കലിംഗ ശശിചേട്ടനിൽ ആ സീൻ അവസാനിക്കുമെന്ന് വിചാരിച്ചു. ഏറ്റവും ലാസ്റ്റിൽ പിഷാരടിയിൽ വരെ എത്തി. അത് വളരെ എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അടിപൊളി, സൂപ്പർ. ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. താങ്ക് യു. ഓക്കെ, അനു ഹാപ്പി അല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മുടെ ഗണപതിക്ക് വെച്ചത് ഗംഭീരായി. ആണോ? വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് മനസ്സിലായി. സോ വെരി ഗുഡ്. അങ്ങനെയല്ല, ഗണപതിനെ പോലുള്ള രണ്ടുപേരെ അവിടെ ഇരിക്കുന്നു നിങ്ങളുടെ. അപ്പൊ അത് കൂടുതൽ ഭംഗിയായി. അതും വയറിന്റെ കാര്യത്തിൽ മാത്രം. ഓക്കെ, അപ്പൊ അനു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി ഒരുപാട് സ്റ്റേജുകളിൽ വെച്ച് കണ്ടുമുട്ടാം. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു.